നമ്മുടെ പുരാതന ക്ഷേത്രങ്ങൾ ചരിത്രത്തിന്റെ കലവറകളായി കണക്കാക്കപ്പെടുന്നു. ഈ ആരാധനാലയങ്ങൾ കേവലം മതപരമായ സങ്കേതങ്ങൾ മാത്രമായിരുന്നില്ല. അതോടൊപ്പം പ്രാദേശിക ചരിത്രം, സാമൂഹ്യശാസ്ത്രം, സദ്ഭരണം, പാരമ്പര്യം എന്നിവയെക്കുറിച്ചുള്ള അറിവും ഗവേഷണവും പങ്കിടുന്നതിനുള്ള സുപ്രധാന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. നൂറ്റാണ്ടുകളായി സിന്നാർ പട്ടണത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള പ്രധാന ആകർഷണമാണ് ഗോണ്ടേശ്വർ ക്ഷേത്രം. ഹേമത് പന്തി ശൈലി എന്ന് വിളിക്കപ്പെടുന്ന വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച നിരവധി ആരാധനാലയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കറുത്ത കല്ലും ചുണ്ണാമ്പും കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം ഡെക്കാനിലെ ഇന്തോ ആര്യൻ ശൈലിയുടെ മധ്യകാലഘട്ടത്തിലെ ഏറ്റവും സമ്പൂർണവും വലുതും മികച്ചതും സംരക്ഷിക്കപ്പെട്ടതുമായ ക്ഷേത്രമാണ്. ഗോണ്ടേശ്വര ക്ഷേത്രം വെറും ഒരു ക്ഷേത്രമല്ല, പകരം ഒരു വലിയ ചുറ്റുമതിലുള്ള 5 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണിത്. ഗോണ്ടേശ്വരിലെ പ്രധാന ക്ഷേത്രം ശിവനും ചുറ്റുമുള്ള 4 ഗണപതി, പാർവതി, വിഷ്ണു, സൂര്യൻ എന്നിവർക്കും സമർപ്പിച്ചിരിക്കുന്നു. 13ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഹേമത് പന്തി ശൈലിയിലാണ് ഗോണ്ടേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവന്റെ ബഹുമാനാർത്ഥം പണികഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കറുത്ത ബസാൾട്ട് പാറയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ക്ഷേത്രം ഹിന്ദു ദേവതകളുടെയും ദേവന്മാരുടെയും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരുതരം ഗോപുരമായ ശിഖര എന്നത്. 60 അടിയിലധികം ഉയരത്തിൽ നിൽക്കുന്നതും സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതുമായ ഗോണ്ടേശ്വര ക്ഷേത്രത്തിന്റെ ശിഖര പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന്റെ അകത്തെ ശ്രീകോവിലിൽ ശിവന്റെ പ്രതിദാനമായ മനോഹരമായ ഒരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും. ശിവനെ ആരാധിക്കാൻ ഈ പ്രദേശത്തെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗണേശൻ, പാർവതി ദേവി, മഹാവിഷ്ണു എന്നിവരുൾപ്പെടെ നിരവധി ദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. 11ാം നൂറ്റാണ്ടിലോ 12ാം നൂറ്റാണ്ടിലോ യാദവ രാജവംശത്തിന്റെ ഭരണകാലത്താണ് ഗോണ്ടേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമ്രാജ്യത്വത്തിന് മുന്നുള്ള കാലഘട്ടത്തിൽ യാദവ രാജവംശത്തിന്റെ ഒരു പ്രധാന കോട്ടയായിരുന്നു സിന്നാർ എന്നും പറയപ്പെടുന്നു. 125 × 95 അടി വലിപ്പമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു മതിലിനാൽ ചുറ്റപ്പെട്ടിരുന്നുവെങ്കിലും ഈ മതിലിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ തകർന്ന നിലയിലാണ്. പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ശില്പങ്ങളാൽ ക്ഷേത്രത്തിന്റെ പുറംചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. യാദവ രാജവംശത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെയും ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ മികവിന്റെയും തെളിവായി ഗോണ്ടേശ്വര ക്ഷേത്രം നിലകൊള്ളുന്നു. അതിമനോഹരമായ ശില്പങ്ങൾ, ചരിത്രപരമായ പ്രാധാന്യം, മതപരമായ പ്രാധാന്യം എന്നിവയാൽ ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിലും അവയുടെ സാംസ്കാരിക പ്രാധാന്യത്തിലും താൽപര്യമുള്ള സന്ദർശകരെയും പണ്ഡിതരെയും ഈ ക്ഷേത്രം നിലവിൽ ആകർഷിച്ചു പോരുന്നു. ചരിത്രപരമായ പ്രാധാന്യവും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും ഉണ്ടായിരുന്നിട്ടും നാസിക്ക് സന്ദർശിക്കുന്ന പല സഞ്ചാരികൾക്കും ഗോണ്ടേശ്വർ ക്ഷേത്രം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാലും ഇതിന് നഗരമധ്യവുമായി വേണ്ടത്ര ബന്ധമില്ലാത്തതിനാലും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. എന്നിരുന്നാലും യാത്ര ചെയ്യാൻ തയ്യാറുള്ളവർക്ക് പരിവേഷണം ചെയ്യാനുള്ള മനോഹരവും ആകർഷണവുമായ സ്ഥലമാണ് ഗോണ്ടേശ്വർ ക്ഷേത്രം എന്നത്. സന്ദർശകർക്ക് ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ വാസ്തുവിദ്യ ആസ്വദിക്കാനും പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും മുഴുകാനും കഴിയും. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ സിന്നാറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ഗംഭീരവുമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഗോണ്ടേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ അതിശയകരമായ വാസ്തുവിദ്യയും സമ്പന്നമായ ചരിത്രവും പുരാതന ഇന്ത്യൻ സംസ്കാരത്തിലും വാസ്തുവിദ്യയിലും താൽപര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നു.